വെൽക്കം ബാക്ക് ടു സുപ്പീരിയർ മെൻ ബിൽഡിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോൺ അഡിക്ഷന്റെ 10 ഹാർംഫുൾ എഫക്ട്സും അതിന്റെ സൊല്യൂഷൻസുമാണ്. നമ്പർ 1, സ്പിരിച്വൽ സയൻസ് റിസർച്ച് സെന്റർ ഗോവ നടത്തിയ റിസർച്ച് അനുസരിച്ച് എല്ലാവർക്കും അവരുടെ ബ്രെയിനിന്റെ സെന്ററിൽ ഒരു ഡിവോഷൻ സെന്റർ ഉണ്ടാവും. ഈ പാർട്ടിന് പല ക്വാളിറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വർക്കിനോടുള്ള ഡിവോഷൻ, ഗോൾസ് ആൻഡ് മിഷനോടുള്ള ഡിവോഷൻ, അല്ലെങ്കിൽ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റഡ് ആയ ഡിവോഷൻ ആവാം. എന്നാൽ പോൺ അഡിക്ഷൻ കാരണം ഈ ഡിവോഷൻ സെന്റർ മോശമായ ഐഡിയാസ് ഓർ ഇമാജിനേഷൻസ് ത്രൂ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങും. നമ്പർ 2, നിങ്ങളുടെ ഗോൾ എല്ലാം അച്ചീവ് ചെയ്യാൻ യു നീഡ് മോട്ടിവേഷൻ. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ക്വാളിറ്റിയാണ്. നിങ്ങൾ സ്പെസിഫിക് ആയി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് പോൺ കാണാനുള്ള ഡിസയർ ഉണ്ടാവുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതിലേക്കാവും ഡൈവേർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ ലെവലും അതിലേക്ക് തന്നെ ഫോക്കസ് ആവും. എന്നാൽ അതിന് പകരം ആ സമയത്ത് അതേ കോൺസെൻട്രേഷൻ, മോട്ടിവേഷൻ, അതേപോലെ നിങ്ങളുടെ ലൈഫ് എനർജി ഒരു വലിയ എയിമിലേക്കാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. പോൺ അഡിക്ഷൻ വളരെ കോസ്റ്റ്ലി ആയ ഒരു ബാഡ് ബിസിനസ് ഡീൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് സെക്സ് ഐഡിയാസ്, സെക്ഷൽ തോട്ട്സ്, അതേപോലെയുള്ള സെക്ഷൽ അർജി പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ നിങ്ങൾ ലൂസ് ചെയ്യുന്നതോ ക്രിയേറ്റീവ് ഐഡിയാസ്, പോസിറ്റീവ് തോട്ട്സ്, ഗോൾസ് ആൻഡ് അച്ചീവ് ചെയ്യാനുള്ള ബേണിംഗ് ഡിസൈർ തരുന്ന നിങ്ങളുടെ പവർഫുൾ ലൈഫ് എനർജിയെയാണ്. നമ്പർ 3, ഉറക്കം എന്ന് പറയുന്നത് നേച്ചറിന്റെ ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് തന്നെയാണ്. നല്ല ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ നന്നായി ചിന്തിക്കാനും വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യത്തിന് എനർജി ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ആ ഗിഫ്റ്റിനെ നശിപ്പിക്കുന്ന ഒരു രാക്ഷസനാണ്. ഇറ്റ് കിൽസ് യുവർ സ്ലീപ്പ്. ഉറങ്ങേണ്ട സമയത്ത് സെക്ഷൽ ഡ്രീംസ് കൊണ്ടുവരുന്ന ഡിമൺ ആണ് ഈ പോൺ അഡിക്ഷൻ. നമ്പർ 4, സെമിനൽ ഫ്ലൂയിഡ് ശരീരത്തിന്റെ ഫ്യൂലാണ്. ഇത് ശരിക്കും വളരെ സെക്യൂർഡ് ആയി മാനേജ് ചെയ്യേണ്ട ഓർ യൂസ് ചെയ്യേണ്ട സോഴ്സ് ആണ്. പക്ഷെ പോൺ അഡിക്ഷൻ നിങ്ങളുടെ ഈ ബൗണ്ടറിയെ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇത് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുത്തി സെക്ഷൽ എനർജി സ്ട്രോങ് ആക്കി ഈ ഫ്യൂവലിനെ അനാവശ്യമായി ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് വേസ്റ്റഡ്. നമ്പർ 5, പോൺ അഡിക്റ്റഡ് ആയ വ്യക്തി മേലെ ഹാർഷ് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ ഡിഗ്നിറ്റീസ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെ പലതരത്തിലുള്ള സെക്ഷൽ ക്രൈംസ് എല്ലാം അവർ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്പർ 6, പോൺ അഡിക്ഷൻ ഒരു എപ്പിഡമിക് പോലെയാണ്. ഇതൊരു പേഴ്സണിൽ നിന്ന് മറ്റു പലർക്കും സ്പ്രെഡ് ആവുന്ന ഒന്നാണ്. ഇതിൽ അഡിക്റ്റഡ് ആയ വ്യക്തി ബേസിക്കലി റെസ്റ്റ്ലെസ് ആയിരിക്കും. ഫോൺ, സെക്സ് ഓർ മാസ്റ്റർബേഷൻ അല്ലാതെ വേറെ എവിടെ നിന്നും അവന് പ്ലഷർ കിട്ടുന്നുണ്ടാവില്ല. ഇത് ദിവസം കൂടുന്തോറും സിവിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേജർ അഡിക്ഷൻ തന്നെയാണ്. പോൺ അഡിക്ഷൻ എന്ന ഈ എപ്പിഡമിക്കിന് നല്ല അസോസിയേഷൻ ബ്രഹ്മചര്യം അല്ലെങ്കിൽ ബ്രഹ്മചര്യ ലൈഫ് സ്റ്റൈൽ അല്ലാതെ വേറൊരു സോളിഡ് ക്യൂറും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്പർ 7, ഈ കാലത്ത് നമ്മുടെ സൊസൈറ്റിയും ഇന്റലക്ച്വൽ ആളുകളും അടുത്ത ജനറേഷനെ കുറിച്ച് ബോധേഡ് അല്ല. ഈ ഒരു കാരണം കൂടി പോണോഗ്രഫി ഇത്രയും ഫാസ്റ്റായി സ്പ്രെഡ് ആവാൻ ഒരു മേജർ കാരണമാണ്. നമ്പർ 8, പോൺ അഡിക്ഷൻ എന്ന രാക്ഷസന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നറിയോ? അൺഓർഗനൈസ്ഡ് ആയ, ഇൻഡിസിപ്ലിൻഡ് ആയ ലൈഫ് സ്റ്റൈൽ ആണ്. നിങ്ങൾ എത്ര ഈ അഡിക്ഷനിൽ ഇൻവോൾവ് ആവുന്നോ അത്രത്തോളം നിങ്ങൾ അൺഓർഗനൈസ്ഡ് ആൻഡ് ഇൻഡിസിപ്ലിൻഡ് ആയി മാറിക്കൊണ്ടേയിരിക്കും. നമ്പർ 9, നിങ്ങൾ ഫേമസ് ആയ വളരെ പോസിറ്റീവായ ആളുകളുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് കേൾക്കുമ്പോൾ അത് മെല്ലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വരും. ആ പോസിറ്റീവ് ഐഡിയാസ് നിങ്ങളെയും അവരെ പോലെ ആവാൻ പുഷ് ചെയ്യാൻ തുടങ്ങും. അതേസമയം നിങ്ങൾ പോൺ കണ്ടന്റ്സ് ആണ് എന്നും കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്വിയസ്ലി സംഭവിക്കുന്നത്. നമ്പർ 10, ഈ പോൺ അഡിക്ഷനെ ശരിക്കും നശിപ്പിക്കാൻ ഒരേ ഒരു പവർഫുൾ ഹീറോ മാത്രമേ ഉള്ളൂ: ബ്രഹ്മചര്യ ലൈഫ് സ്റ്റൈൽ. ഈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്ലഷേഴ്സും തരും, ഹാപ്പിനെസ് തരും, സുപ്പീരിയർ നോളജ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയും തരും, ഫെയിം, സക്സസ്, അങ്ങനെയുള്ള പലതും ഈ ലൈഫ് സ്റ്റൈലിന്റെ എൻഡ് റിസൾട്ട് ആണ്. പക്ഷെ ഏറ്റവും സങ്കടമുള്ള കാര്യം പലരുടെയും ഈ സൂപ്പർ ഹീറോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്, ബിക്കോസ് ഓഫ് ദെയർ പോൺ അഡിക്ഷൻ. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഏതൊരു സൊല്യൂഷനും ഒരു ഐഡിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഏത് ഐഡിയയും ശക്തിപ്പെടുന്നത് അത് വീണ്ടും വീണ്ടും റീതിങ്ക് ചെയ്യുമ്പോഴാണ്. അതിനുശേഷം ആ ഐഡിയയിലുള്ള ഏത് പാർട്ടാണോ വേണ്ടത്, ഏതാണോ വേണ്ടാത്തത് എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഈ ഐഡിയ എന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, റിപ്പീറ്റ് ദിസ് ഐഡിയ എന്നും നിങ്ങൾ മൈൻഡിൽ പറയണം. എനിക്ക് പോൺ കാണാൻ ഒട്ടും സമയമില്ല, കാരണം എന്റെ മുന്നിൽ വലിയൊരു അംബീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ആ ഗോളിന് വേണ്ടിയായിരിക്കും ഞാൻ എന്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഐഡിയ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. ഐഡിയ എന്ത് വേണമെങ്കിലും ആവാം, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാൽ അത് നിങ്ങളുടെ അംബീഷനായി അലൈൻ ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ ഞങ്ങൾ ഇനിയും കൂടുതൽ ഡെപ്തായി ഡിസൈൻ ചെയ്തിരിക്കുന്ന 21 ദിവസത്തെ കോഴ്സും നിങ്ങളെ 100% സർപ്രൈസ് ചെയ്യും. ഈ കോഴ്സ് എൻറോൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള റിച്ച് നോളജ്, പ്രാക്ടിക്കൽ സ്കിൽസ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങളെ സപ്പോർട്ട് ആൻഡ് ഗൈഡ് ചെയ്യാൻ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ചാൻസ് മിസ് ചെയ്യേണ്ട എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യൂ. ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കോൺടാക്ട് ദിസ് നമ്പർ. താങ്ക് യു.